മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ കുറേ കാലമായി നമ്മൾ കണ്ടിട്ടില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മക്കളോട് പറയാനാണ് ടീച്ചർ വന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും 9ാം ക്ലാസ്സിന്റെ എല്ലാ കുസൃതിത്തരങ്ങളിൽ നിന്നും അല്ലെ, ചെറിയ 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 നമ്മളുടെ മടികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്, നമ്മൾ SSLC എന്ന് പറയുന്ന വലിയ ലോകത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ചെറുതായി മടിയും അലസതയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ മാറ്റേണ്ട സമയമൊക്കെ ആയി അല്ലേ? അപ്പൊ SSLC മലയാളം എങ്ങനെയാണ്? ടെക്സ്റ്റ് മാറിയപ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതായോ? നമ്മൾ കുറച്ചധികം മെനക്കെടേണ്ടതുണ്ടോ? ഈസി ആയിട്ട് നമുക്ക് ഈ 40 മാർക്ക് കിട്ടുമോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? അപ്പൊ അത്തരം ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരവായിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ മലയാളം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പൊ മലയാളം ഫസ്റ്റും സെക്കൻഡും ഉണ്ടെങ്കിൽ 2 A+ ആണ് നമുക്ക് വലിയ മെനക്കെടൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ പഠിച്ച് അല്ലെ നമ്മൾ സെറ്റാക്കി എടുക്കേണ്ടത്? ഏതൊക്കെ രീതിയിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഇതൊക്കെ നമുക്കൊന്ന് അറിഞ്ഞു വെക്കണ്ടേ അല്ലേ? കാരണം എന്താണ് അത് അറിഞ്ഞു വെക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇനി ഒരുപാട് സമയമൊന്നുമില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ തുറക്കും. പിന്നെ ഓട്ടമായി, പാച്ചിലായി, ഓണപരീക്ഷയായി, ക്രിസ്മസ് എക്സാമായി, കലോത്സവം വരുന്നു, സ്പോർട്സ് വരുന്നു, അങ്ങനെ അങ്ങനെ മാർച്ച് മാസമാവുന്നു, പരീക്ഷ വരുന്നു. നമ്മളൊക്കെ പിന്നെ എന്ത് ചെയ്യാണ്, പിന്നെ ടെൻഷന്റെ വഴിയിലേക്ക് പോകുന്നു. അങ്ങനെ 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 വല്ലാത്തൊരു പ്രഷർ കുക്കർ ലൈഫാണ് നമുക്കിനി വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ ആദ്യമേ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അങ്ങ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ SSLC മലയാളം എന്താണ് ഈ പ്രാവശ്യം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എങ്ങനെ നമ്മൾ പഠിക്കണം, എങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും അല്ലെ? A+ ഒക്കെ ആർക്കും കിട്ടും വിചാരിച്ചു കഴിഞ്ഞാൽ. ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടി ടഫാണോ, കഴിഞ്ഞ വർഷത്തിനേക്കാളും പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടോ? അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് SSLC മലയാളം എന്താണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ടീച്ചർ ഈ വീഡിയോയിലൂടെ മക്കളോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ടീച്ചറെ അറിയാലോ, ചിലർക്കെങ്കിലും പരിചയമില്ലാത്ത ആളുകളുണ്ടാവും. വിഷ്ണുമായ എന്നാണ് ടീച്ചറുടെ പേര്, മലയാളമാണ് വിഷയം എന്ന് മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വർഷം ടെക്സ്റ്റ് മാറിയ സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് പുതുതായിട്ട് പഠിക്കാനുണ്ട് അല്ലേ? നമുക്ക് ഏത് രീതിയിലായിരിക്കും ചോദ്യം വരിക എന്ന് നമുക്കറിയില്ല അല്ലെ? ഏതൊക്കെ മേഖലയിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് അല്ലെ? എത്ര മാർക്കിൻ്റെ ചിലപ്പോൾ കഴിഞ്ഞ പാറ്റേണിൽ അല്ലെ, കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച അതേ പാറ്റേണിൽ തന്നെയായിരിക്കുമോ? 6 മാർക്കിൻ്റെ എസ്സേകളും അതേപോലെ 4 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേസും തന്നെയാണ് വരിക, അതോ 8 മാർക്കിലേക്ക് മാറും? ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ? അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പഠിച്ചെടുക്കണം. ഏതൊക്കെ രീതിയിൽ അല്ലെ, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമുക്കെല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ടെൻഷൻ ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ടെൻഷനൊന്നും വേണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് അല്ലേ? സൈലം എന്ന് പറയുന്ന സ്ഥാപനം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും, എല്ലാ ടീച്ചേഴ്സും എന്താണ്, ഓരോ സബ്ജക്ട്സുമായിട്ട് മക്കളുടെ കൂടെ എന്താണ്, മക്കളെ ചേർത്ത് പിടിച്ച് മക്കളുടെ കൂടെ ഉണ്ട് അല്ലേ? സൈലത്തിൻ്റെ ബാച്ചുകളെ കുറിച്ചും അസ്ട്ര ബാച്ചിനെ കുറിച്ചൊക്കെ മക്കൾക്ക് അറിയാം. അപ്പോൾ ഓൾറെഡി മലയാളമൊക്കെ ക്ലാസ്സുകൾ ഏകദേശം 2 ചാപ്റ്ററൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളുടെ ബാച്ചിൽ. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെ, അഡ്മിഷൻ ഒന്നും എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയും വെറുതെ ആലോചിച്ച് നിന്ന് സമയം കളയരുത്, വേഗം തന്നെ എന്ത് ചെയ്യാം, നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പം നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ ഒന്ന് ഓർമ്മിപ്പിക്കാൻ പോവാണ്. അപ്പോൾ മലയാളത്തിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വർഷം നമുക്ക് 3 യൂണിറ്റുകളാണുള്ളത്. എത്ര യൂണിറ്റാണ്? 3 യൂണിറ്റുകളാണ്. എത്ര പാഠങ്ങളുണ്ടെന്ന് അറിയാമോ? കഴിഞ്ഞ വർഷം എത്ര പാഠം ഉണ്ടായിരുന്നു? 9 പാഠമാണ് അല്ലേ? ടെക്സ്റ്റ് മാറിയ സമയത്ത് 3 യൂണിറ്റിൽ 9 പാഠമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഈ വർഷവും അതുപോലെ തന്നെ 9 പാഠമാണ്. പക്ഷേ ഒരു പാഠം എന്ന് പറയുന്നത് 2 കവിതയായിട്ട് എന്താണ്, ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പാഠത്തിൽ തന്നെ 2 കവിതകൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യൂണിറ്റും ഒക്കെ കൂടെ നോക്കുമ്പോൾ എന്തായാലും ഒരു 10-13 ചാപ്റ്റേഴ്സ് ഓൾറെഡി നമുക്ക് എന്തായാലും പഠിക്കാനുണ്ട് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ, എന്തൊക്കെയാണ് ഈ വർഷത്തെ മലയാള സെക്കൻഡിൽ അടിസ്ഥാന പാഠാവലിയാണ് ടീച്ചർ പരിചയപ്പെടുത്തണേ. അടിസ്ഥാന പാഠാവലിയിൽ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ യൂണിറ്റാണ് അരങ്ങും പൊരുളും എന്ന് പറയുന്ന യൂണിറ്റ്. എന്താണ്? അരങ്ങും പൊരുളും എന്നാണ് ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. ആദ്യത്തെ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ചിത്രകാരി, ഖൽബിലെ നിലാവ്. ഓക്കെ, ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന രസമുള്ള ഒരു പാഠാണ്. ഓക്കെ, ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന 3ാമത്തെ പാഠഭാഗം. ഇതാണ് നമ്മളുടെ 1ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്.
വിഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമല്ല എന്ന് പറയാൻ പറ്റില്ല. വിഷമമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കണം അല്ലേ. നമുക്ക് അങ്ങനെ കഥ എഴുതി വെക്കാനൊന്നും പറ്റില്ല. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമുക്ക് അല്ലേ പണ്ടൊക്കെ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കഥയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പാസ്സാവുന്നതൊക്കെയുള്ളൊരു ധാരണയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത്രയും ധാരണയൊന്നും ഈ വർഷം നമുക്ക് വേണ്ട അല്ലേ. കൃത്യമായിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതിയിട്ടില്ലെങ്കിൽ, കാരണം 9ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്ന ആരാണ്? നമ്മുടെ ടീച്ചർമാരാണ്. 10ാം ക്ലാസ്സിൽ അങ്ങനെയാണോ? അല്ല അല്ലേ. ഒരുപാട് പേര് ഇരുന്നിട്ടാണ് നമ്മളുടെ പേപ്പർ വാല്യൂ ചെയ്യുക. അപ്പോൾ കൃത്യമായ ചോദ്യത്തിന് എന്താണ്, ചോദ്യത്തിന് കൃത്യമായ ഉത്തരങ്ങൾ വേണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പാഠങ്ങൾ പഠിക്കണം അല്ലേ. അപ്പോൾ കുറച്ചൊരു അല്ലേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിനേക്കാളും എന്താണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ തുടക്കത്തിലേ എന്താണ് അടിപൊളിയായിട്ട് പഠിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരീക്ഷയൊക്കെ സൂപ്പറായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കണം നമുക്ക്. ഓക്കെ, ഇനി നമ്മളുടെ 2ാമത്തെ യൂണിറ്റാണ് ഏകോദര സോദരർ നാം എന്നാണ് 2ാമത്തെ യൂണിറ്റിന്റെ പേര്. ഇവിടെയും 3 പാഠഭാഗങ്ങളാണ്. വിഷുക്കണി, ആനന്ദാശ്രുക്കൾ, കെത്തളു, ഏട്ടക്കൂരി എന്ന് പറയുന്ന 2 ഗോത്ര കവിതകളാണ്. ഇതാണ് ടീച്ചർ പറഞ്ഞ 2 പാഠഭാഗങ്ങൾ പഠിക്കുക, 2 കവിതകൾ പഠിക്കാനുണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠഭാഗങ്ങളാണ്. ഓക്കെ, എന്ന് വെച്ച് ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഈസി ഒന്നുമല്ല. നമ്മൾ പഠിക്കണം അല്ലേ. പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് സൂപ്പറാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കൂ നിങ്ങൾ, നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ആണ്. 3ാമത്തെ യൂണിറ്റിൽ വീണ്ടും 3 പാഠഭാഗങ്ങളാണ്. ചരിത്രം രചിച്ച നാടകം, എൻ്റെ ഭാഷ, വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും. ഇങ്ങനെ 3 പാഠങ്ങളാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിൽ. പേരൊക്കെ കേട്ടോ നിങ്ങൾ ടെൻഷൻ തോന്നുന്നുണ്ടോ? ടെൻഷനൊന്നും വേണ്ട, നമ്മൾ കൂടെ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞില്ലേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ലൈൻ ബൈ ലൈൻ ആയിട്ട് അല്ലേ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓൺലൈനിലൊക്കെ ഉള്ള നമുക്കൊക്കെ അറിയാം അല്ലേ, നമ്മൾ എന്ത് അടിപൊളിയായിട്ടാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, ഓരോ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അസ്ട്ര ബാച്ചിലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അറിയാം അല്ലേ, മക്കൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്ര രസമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ പാഠഭാഗങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ പരിചയപ്പെട്ടല്ലോ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പരിചയപ്പെട്ടു അല്ലേ. എന്തൊക്കെ നമുക്ക് പഠിക്കണം എന്നുള്ളത് എന്ത് ചെയ്തു, നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റിലും കൂടി എന്താണ് 9 പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3 യൂണിറ്റിലും എന്താണ് 3 പ്രവേശകങ്ങളുണ്ട്. അതും നമ്മൾ പഠിക്കണം. അതിൻ്റെ എഴുത്തുകാരുണ്ട്, അവരെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ധാരണ കിട്ടിയല്ലോ. യെസ്, ഇനി എന്താ നമുക്ക് അറിയേണ്ടത്? ഇനി എന്താ അറിയേണ്ടത്? 40 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണോ മലയാളത്തിൽ അല്ലേ? അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. മലയാളത്തിൽ എന്തായാലും 40 മാർക്കാണ്. അപ്പോൾ നമുക്ക് 40 മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണോ? ആണോ? നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. മലയാളത്തിൽ 40 മാർക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ എന്തില്ല നമുക്ക് 40 മാർക്ക് കിട്ടുക? നമ്മളുടെ ഭാഷയാണ്, നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ചിന്തിക്കുന്ന അല്ലെ, നമ്മൾ വർത്തമാനം പറയുന്ന നമ്മളുടെ സ്വന്തം ഭാഷയല്ലേ. ഇതിനകത്ത് 40 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ഒരിക്കലും അല്ല അല്ലേ. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടക്കം മുതൽ മാർച്ച് മാസത്തിൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ തുടക്കം മുതലേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ അല്ലേ വളരെ കൃത്യമായ രീതിയിൽ പഠിച്ച് അങ്ങനെ ബാക്കി എല്ലാ സബ്ജക്റ്റിനും കൊടുക്കുന്ന ഒരു 1% മാത്രം സമയം എന്തിനു കൊടുത്താൽ മതി, മലയാളത്തിന് നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ അത് നമ്മൾ കൊടുക്കണം അല്ലേ. അത് കൃത്യമായ രീതിയിൽ നമ്മൾ കൊടുത്ത് ചിട്ടയായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 40 മാർക്കിലേക്ക് നമുക്ക് എത്താൻ പറ്റും അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, പാഠഭാഗം അല്ലേ. പാഠഭാഗത്തിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായി വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. പക്ഷേ എങ്കിലും നമുക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുമ്പോൾ അല്ലേ, നമുക്ക് നല്ല ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഹെൽപ്പിനൊരു നല്ല അല്ലേ എന്താ പറയുക, നമ്മളെ ക്ലാസ് റൂമുകളിൽ തീർച്ചയായും സ്കൂളുകളിൽ നമ്മളെ ടീച്ചർമാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ തന്നെ എന്താണ് നമ്മൾ വളരെ നന്നായിട്ട് ആ പാഠഭാഗം ശ്രദ്ധിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അതെന്താണ്, കഥയാണോ, നോവലാണോ, അല്ലെങ്കിൽ അതൊരു അല്ലേ നാടകഗാനമാണോ, അല്ലെങ്കിൽ എന്താണ് അതൊരു ലേഖനമാണോ, എന്താണെങ്കിലും ആ പാഠഭാഗം എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതിൽ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകമായ പ്രയോഗങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകമായ വരികളുണ്ടെങ്കിൽ അല്ലെ, ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിലായിട്ട് പഠിക്കില്ലേ. അപ്പോൾ പാഠഭാഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഏത് രീതിയിൽ ചോദ്യം വരും, എവിടുന്ന് ചോദ്യം വരും, ഏത് മോഡലിൽ വരും, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മൾ ആദ്യത്തെ അല്ലേ
ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മളാണ് ആദ്യത്തെ പരീക്ഷണ വസ്തുക്കൾ. അപ്പൊ നമ്മളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നേക്ക് വരുന്ന ആളുകൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് മുൻപിൽ എന്താ പറയാ, മാതൃകകളൊന്നുമില്ല, അല്ലേ? അപ്പൊ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കണം നമ്മൾ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ, കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മൾ A to Z കാര്യങ്ങൾ പഠിക്കണം, അല്ലെ? ഇപ്പൊ ഒരു കവിതയാണെങ്കിൽ നമുക്ക് മുൻപുള്ള പരീക്ഷകളിലാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എന്താ പറഞ്ഞു കൊടുക്കാം? ഇന്ന വരികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടുന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നിങ്ങളോട് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അല്ലേ? എല്ലാ വരികളും നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മക്കൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, മനസ്സിൽ ഉറപ്പിക്കുക. എന്താണ് ഉറപ്പിക്കേണ്ടത്? പാഠഭാഗത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ എന്ത് ചെയ്യണം, നമുക്ക് ഉണ്ടാവണം, കേട്ടോ. അതെന്താണ്, ഏതാണ്, ആരെഴുതി, എഴുത്തുകാരനെ കുറിച്ച് അറിവുണ്ടാവണം, അല്ലെ? അതേപോലെ തന്നെ എന്താണ് പാഠഭാഗം, എന്താണ്, കഥയാണോ നോവലാണോ, അല്ലെ? അതേപോലെ അതിലുള്ള കഥാപാത്രങ്ങളുണ്ടോ, പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്, അതിന്റെ പ്രമേയം എന്താണ്, അല്ലെ? അതിന്റെ പ്രയോഗങ്ങളുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, കൃത്യമായിട്ട് പാഠഭാഗത്തെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഉണ്ടാവുക. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ചോദ്യമാതൃകകൾ, അവയുടെ ഘടന. രണ്ടാമത്തെ കാര്യം എന്താണ്? ചോദ്യമാതൃക, അവയുടെ ഘടന. അപ്പൊ മലയാളത്തിൽ ചിലപ്പോൾ നമുക്ക് എന്താണ്, പല രീതിയിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും, അല്ലടാ? പല രീതിയിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ചോദിക്കുന്നത് എന്തായിരിക്കും? ഒരു ആസ്വാദനക്കുറിപ്പായിരിക്കാം ചോദിക്കുന്നത്, ഉപന്യാസമായിരിക്കാം, മുഖപ്രസംഗമായിരിക്കാം, എന്തോ ചോദിച്ചോട്ടെ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോട്ടെ. ഇതൊക്കെ എഴുതുന്ന എന്താണ്, വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടേ. A to Z കാര്യങ്ങൾ, പാഠഭാഗത്തെക്കുറിച്ചുള്ള ആശയം നമ്മളുടെ കയ്യിലുണ്ട്. ഇത് കയ്യിലുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഈ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റണം. അതൊരു ആസ്വാദനക്കുറിപ്പായിട്ടാണ് ചോദിക്കുന്നെങ്കിൽ അത് എഴുതാനുള്ള ഘടന നമുക്ക് അറിയണം. അപ്പൊ അത് പഠിക്കണമല്ലോ. യെസ്. അപ്പൊ ചോദ്യ മാതൃകകള്, അതിന്റെ ഘടന, അതൊക്കെ നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? സമയത്തിന്റെ ഉള്ളിൽ ഉത്തരം എഴുതി ശീലിക്കുക. അത് ഭയങ്കരമായ പ്രശ്നമാണ്. ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ മക്കള്, അല്ലെ, എന്താ പറയുക, എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ സ്പീഡ് കുറയ്ക്കൂ, അങ്ങ് എഴുതാൻ പറ്റുന്നില്ല, ഏത് സ്ലൈഡ് പെട്ടെന്ന് മാറ്റില്ലേ എന്നൊക്കെ അവർ പറയും. കാരണം എന്താണ്, 1.5 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂടാ. 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത്, അല്ലെ? എഴുതി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, വളരെ സ്പീഡിൽ ഒന്നും ആലോചിക്കാൻ പോലും സമയമില്ലാതെ നമ്മൾ ചടപട ഇങ്ങനെ നമ്മൾ എഴുതണം. ഓക്കെ. അപ്പോൾ ചോദ്യങ്ങൾ അറിഞ്ഞതുകൊണ്ട്, പാഠഭാഗത്തിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണയുള്ളത് കൊണ്ട്, ചോദ്യമാതൃകളും ഘടനകളും അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റണ്ടേ? ഇതെല്ലാം അറിയാം, പക്ഷെ സ്ലോലി എഴുതുന്ന ഒരാളാണെങ്കിലോ അയാൾക്ക് ഫുൾ മാർക്ക് കിട്ടുമോ? ഇല്ല. അപ്പം നമ്മൾ സ്പീഡ് കൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു വർഷം, അല്ലെങ്കിൽ ഈ ഒരു 10 മാസക്കാലം എന്ന് പറയുന്നത് എന്താണ്, അടുത്ത മാർച്ച് വരെയുള്ള കാലം എന്ന് നമ്മളെല്ലാം ഒരു ട്രെയിനിങ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്, അല്ലേ? നമ്മളെല്ലാം ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോവാണ്, അല്ലേ? എന്തിനാണ് നമ്മൾ ട്രെയിൻ ചെയ്യപ്പെടുന്നത്? നമ്മൾ എക്സാം എഴുതാൻ, ഏത് ചോദ്യങ്ങളും തന്നു കഴിഞ്ഞാൽ, അല്ലെ, അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാൻ, നമുക്ക് മനസ്സിലാവാൻ, ഇതൊക്കെ നമ്മൾ ട്രെയിൻഡ് ആവുകയാണ്. ഓരോ പാഠഭാഗങ്ങളിലൂടെയും പുതിയ കാര്യങ്ങൾ പഠിച്ച്, അല്ലേ? ആ പരീക്ഷയാണ് നമ്മളെല്ലാം എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്ത് കാത്തിരിക്കുന്നത്. ഒരു ദിവസം അയാൾ വരിക തന്നെ ചെയ്യും. ഒരു ദിവസമല്ല, അടുത്ത 2026 മാർച്ച് മാസം അയാൾ ഉറപ്പായിട്ടും അയാൾ വരിക തന്നെ ചെയ്യും, അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ്, നമ്മൾ ട്രെയിനിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കണം. അതിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വളരെ എന്താ പറയുക, ഇതിൽ സ്പീഡിൽ കുറഞ്ഞ് സ്ലോ ആയിട്ട് എഴുതുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? ടൈം വെച്ച് തന്നെ എന്താണ്, കുറച്ചൊക്കെ ബുദ്ധിമുട്ടി ആ എഴുത്തിൻ്റെ സ്പീഡൊക്കെ എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ട് വരണം. അതേപോലെ തന്നെ നമുക്ക് എന്താണ്, അക്ഷരത്തെറ്റുള്ള ഒരുപാട് മക്കളെ കാണാറുണ്ട്. മക്കളെ കുറ്റമൊന്നും പറയുകയല്ല ടീച്ചർ, അല്ലേ? നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു വരുന്ന മക്കളായിരിക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് പുതുതായിട്ട് അറിയുന്ന വൊക്കാബുലറി, നമ്മുടെ പദസമ്പത്തൊക്കെ എന്തിലായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ എഴുതുമ്പോഴൊക്കെ നമുക്ക് എന്താണ്, കാരണം മലയാളത്തിൽ മാത്രമേ നമ്മൾ എഴുതുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അക്ഷരത്തെറ്റ് വരും, അല്ലെ? അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, ഇതൊക്കെ വരും, അല്ലെ? നല്ലൊരു സെന്റൻസ് ഫോം ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റിയെടുക്കേണ്ട, അല്ലെ, ദിവസങ്ങളാണ് ഇനി മുമ്പോട്ടുള്ളത്. നമുക്കറിയാലോ, ഇപ്പോൾ ഓരോരുത്തർക്കും അവനവനെ കുറിച്ച് തന്നെ അറിയണ്ടാവില്ലേ? എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എഴുതുന്ന സമയത്ത് നല്ല വാക്കുകളൊന്നും കിട്ടുന്നില്ല, അല്ലെ? അത് നല്ലൊരു സെന്റൻസ് ആയിട്ട് അത് എനിക്ക് ഫോം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നല്ല വൊക്കാബുലറി, നല്ല പദങ്ങൾ വരുന്നില്ല, അല്ലെ? ഇതൊക്കെ എൻ്റെ പ്രശ്നമാണെന്ന്, അല്ലെ, നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ പറ്റില്ലേ? അപ്പോൾ അവനോട് പ്രശ്നം സ്വയം തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ പദങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 1 കിലോ പദങ്ങൾ അപ്പുറത്തെ വീട്ടിലെ കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടുമോ? ഇല്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വായിക്കാം, അല്ലേ? ഇപ്പോൾ നോവലും കഥയൊന്നും എല്ലാ ദിവസവും ഇരുന്ന് വായിക്കാനും നമുക്ക് പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പത്രമെങ്കിലും, അല്ലേ? പത്രത്തിലുള്ള എഡിറ്റോറിയൽ പേജുകളെങ്കിലും ഡെയിലി പോട്ടെ, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും എന്ത് ചെയ്യാം? നമുക്കൊന്ന് വായിക്കാൻ ശ്രമിക്കാം. അതിന് വീട്ടിൽ വാങ്ങണമെന്നില്ല, സ്കൂളുകളിൽ കിട്ടും,
അല്ലേ? ഇല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നടുക്കുള്ള ഒരു പേജ് മാത്രമല്ലേ, ആ എഡിറ്റോറിയൽ പേജ് മാത്രം നമുക്ക് വായിക്കാമല്ലോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 10 മാസങ്ങൾ കൊണ്ട് അല്ലേ അടുത്തൊരു മാർച്ച് മാസം വരെ എന്താണ് നമുക്ക് പരിശ്രമിക്കാം, നമുക്ക് ട്രൈ ചെയ്യാമല്ലോ. ഇനി 40 മാർക്ക് കിട്ടിയില്ലേ വേണ്ട, നിങ്ങൾ A+ കിട്ടണ്ടേ മലയാളത്തിന് അല്ലേ? 10 A+ൽ ഒരു A+ പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ശ്രമിക്കാമല്ലോ. അപ്പോൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം, അതിനു വേണ്ടി ശ്രമിച്ചു തുടങ്ങണം. മലയാളമല്ലേ, എങ്ങനെയെങ്കിലും എഴുതാം എന്നുള്ള ധാരണകളൊന്നും വേണ്ട കേട്ടോ. A+ പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണ്, ഒരു ഓവർ കോൺഫിഡൻസ് ആണ് മലയാളത്തിനെ സംബന്ധിച്ച് കേട്ടോ. എല്ലാം എഴുതി കിട്ടുന്നൊക്കെയുള്ള ധാരണ പുറത്ത് നമ്മൾ അങ്ങ് മൈൻഡ് ആക്കാതെ വിടും കേട്ടോ. ചിലപ്പോൾ അതിനായിരിക്കാം A+ പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യരുത്, ഒരു വിഷയത്തെയും നമ്മൾ കുറച്ച് കാണരുത്. നമുക്ക് എല്ലാത്തിനും A+ വേണം അല്ലേ? നല്ല മാർക്കോട് കൂടെ നമുക്ക് SSLC പാസ്സാവണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മലയാളം അല്ലേ പുതിയ ടെക്സ്റ്റ് വരുന്ന സ്ഥിതിക്ക്, പുതിയ ഒരു അക്കാഡമിക് ഇയറിലേക്ക് കയറുമ്പോൾ, പ്രത്യേകിച്ച് SSLC എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് മലയാളത്തെ സംബന്ധിച്ച് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു കാര്യം എന്താണ്, നമ്മളുടെ യൂണിറ്റും കൂടെ ഒന്ന് ടീച്ചർ പരിചയപ്പെടുത്താം. അരങ്ങും പൊരുളും എന്നാണ് നമ്മളുടെ യൂണിറ്റിൻ്റെ പേര് അല്ലേ. അരങ്ങ് പൊരുൾ, അരങ്ങിൻ്റെ പൊരുളാണ് അല്ലേ. അരങ്ങെന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് കലകൾ, ഇപ്പോൾ ചിത്രകലയാവാം, നാടകലയാവാം അല്ലെ, നാടകമാവാം, ഡാൻസ് ആവാം. അങ്ങനെ അരങ്ങ് എന്ന് പറയുന്നത് വളരെ എന്താണ്, കലയ്ക്ക് പ്രാധാന്യമുള്ള ഒന്നാണ് അല്ലേ. അപ്പോൾ ആ അരങ്ങിൻ്റെ പൊരുളിനെ കുറിച്ച്, സത്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു യൂണിറ്റാണ് നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേത് എന്താണ്, ഒരു കഥയാണ്. ഭയങ്കര രസമുള്ള ഒരു കഥയാണ് കേട്ടോ. ഫിസ എന്ന് പറയുന്ന ചിത്രകാരിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. ഒരു വീഡിയോയിൽ ടീച്ചർ പറഞ്ഞിട്ടില്ലേ, ഈ ഫിസയുടെ കഥ പറഞ്ഞിട്ടില്ലേ, ഭയങ്കര രസമുള്ളൊരു കഥയാണ് കേട്ടോ. നമുക്കത് പ്രത്യേകമായിട്ടൊരു വീഡിയോയിൽ ടീച്ചർ പറഞ്ഞുതരും. അടുത്തത് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന നമ്മുടെ 2ാമത്തെ പാഠഭാഗമാണ്. എന്താണ്, എൻ്റെ ഖൽബിലെ അല്ലേ, വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാന്നൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ. അപ്പോൾ അതെന്ത് പാട്ടായിരുന്നു, ഒരു പ്രണയഗാനമായിരുന്നു അല്ലേ. അതേപോലെ ഇതെന്താണ്, ഖൽബിലെ നിലാവ് എന്ന് പറയുന്നത് ഒരു പ്രണയഗാനമാണ്. നമുക്ക് പഠിക്കണം, അടിപൊളിയായിട്ട് നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം കേട്ടോ. രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു നാടക ഗാനമാണ്. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഒരു നാടക ഗാനമൊക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ രസമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന KT മുഹമ്മദ് എഴുതിയിരിക്കുന്ന ഒരു. ഷാഹിന EK എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് കേട്ടോ ചിത്രകാരി എന്ന് പറയുന്ന കഥ എഴുതിയത്. അപ്പോൾ ആദ്യം കഥയാണ്, 2ാമത്തെ എന്താണ്, ഒരു നാടക ഗാനമാണ്, 3ാമത്തെ എന്താണ്, ഒരു നാടകമാണ്. ഓക്കെ, ഡോക്ടർ വയലാർ വാസുദേവ പിള്ള എഴുതിയിട്ടുള്ള ഒരു നാടകമാണ്, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ഇദ്ദേഹത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. 8ാം ക്ലാസ്സിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു നാടകം നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, തേൻകനി എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. അപ്പോൾ ഇത്രയുമാണ് 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. എളുപ്പമായിട്ട് തോന്നുന്നുണ്ടോ? പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ രസമായിട്ട് അടിപൊളിയായിട്ട് നമുക്കതൊക്കെ പഠിക്കണം. നമ്മൾ അസ്ത്ര ബാച്ചിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, 2 പാഠഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ ഇനിയും മക്കൾ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു വർഷം ശ്രദ്ധിക്കേണ്ടത്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് മലയാളം പഠിക്കണം. എല്ലാവരും സെറ്റല്ലേ? അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. നിങ്ങൾക്ക് അല്ലേ എന്തൊക്കെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മക്കൾ കമൻറ്റ് ചെയ്തിടണം. അപ്പോൾ സൂപ്പറായിട്ട് അടിപൊളിയായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു അക്കാഡമിക് ഇയർ എന്ത് ചെയ്യാണ് ടീച്ചർ ആശംസിക്കുകയാണ് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.